Okay, then move on to next. What are the main themes and conflict explored in R. Parthasarathhi's poem As a Man Approaches 30 He May, from the perspective of the poet's personal journey? So, എന്താണ് As a Man Approaches 30 He May എന്ന് പറയുന്ന പോമിൽ ഡിസ്കസ് ചെയ്യുന്നത്? As a Man Approaches 30 He May അദ്ദേഹം ആ 30th ഏജിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു റിയലൈസേഷൻ ആണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് കൾച്ചറിലേക്ക്, ആസ് എ ഇന്ത്യൻ, ഒരു തമിഴ്, പിന്നെ ബ്രിട്ടീഷ് ലാൻഡിലേക്ക് സെറ്റിൽഡ് ആവുകയും ബ്രിട്ടീഷ് കൾച്ചറും അതുപോലെ തന്നെ ഇംഗ്ലീഷും അദ്ദേഹം കോപ്പപ്പ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ സ്വന്തം ലാംഗ്വേജ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ 30th ഏജ് ആവുന്ന സമയത്ത് അദ്ദേഹം ഒരു റിയലൈസേഷനിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. എന്ത് റിയലൈസേഷൻ എത്തുന്നത്? അദ്ദേഹം എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടോ അത്രയും ആ കൾച്ചർ അദ്ദേഹത്തെ ഫോറിൻ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഒരിക്കലും അദ്ദേഹത്തിന് ആ ഒരു കൾച്ചറിൽ ബിലോങ്ങിങ് ചെയ്യാൻ കഴിയില്ല. സ്റ്റിൽ അദ്ദേഹം ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ എന്താണ് മെയിൻ തീംസ് ഓഫ് കോൺഫ്ലിക്റ്റിംഗ് എക്സ്പ്ലോർഡ് ഇൻ ആർ പാർത്ഥസാരഥീസ് ആസ് എ മാൻ അപ്രോച്ചസ് 30 ഹി മേ പറയുന്നത്? ആർ പാർത്ഥസാരഥീസ് പോം ആസ് എ മാൻ അപ്രോച്ചസ് 30 ഹി മേ from rough passage explores the conflict between Indian roots and Western influence. അപ്പോൾ ഇന്ത്യൻ റൂട്ട്സിൽ ഒരു വ്യക്തിയുടെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിനെയാണ് ഫസ്റ്റ് സ്റ്റാൻസ് മുതൽ പറയുന്നത്. എസ്പെഷ്യലി ദ പോയറ്റ് സ്ട്രഗിൾ വിത്ത് ഐഡന്റിറ്റി. പോയറ്റ്സിന്റെ ആ ഒരു സ്ട്രഗിൾ വിത്ത് ഐഡന്റിറ്റി നമുക്ക് കാണാം. ലാംഗ്വേജ് ആയാലും കൾച്ചർ ആയാലും അദ്ദേഹം ലാംഗ്വേജിനെയും കൾച്ചറിനെയും ബ്രിട്ടീഷ് കൾച്ചറും ലാംഗ്വേജും ഇഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹം ഒരു ഫോറിൻ ആയിട്ട് മാത്രമാണ് അവർ കാണുന്നത് അല്ലെ. Living in England, he feels alienated, cuffed between his love for English and his Tamil heritage. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ലിവിങ് ഇൻ ഇംഗ്ലണ്ടിൽ ഒരു നാറ്റീവർ ആയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു തമിഴ് ടച്ച് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. Then he once admired English as superior but now sees it as a temporary fascination that cost him his true self. അപ്പോൾ ആദ്യം അദ്ദേഹം അറ്റ് ദ യങ് ഏജിൽ അദ്ദേഹത്തിനൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോട്. പക്ഷെ അതൊരു ടെമ്പററി ഫാസിനേഷൻ മാത്രമാണ്. അദ്ദേഹം ബിലോങ് ചെയ്യുന്നത് ഇന്ത്യയിലാണെന്നുള്ള ഒരു റിയലൈസേഷൻ അദ്ദേഹത്തിന് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു അല്ലേ. Okay, comparing English to a lost love, he feels disillusioned and rootless. The poem reflects his inner conflict, loneliness and desires to connect with his Tamil identity, marking a shift from exile to self-awareness. So, poem എന്താ പറയുന്നത്? ഇന്നർ കോൺഫ്ലിക്റ്റ്, അദ്ദേഹത്തിന്റെ ആ ഒരു ലോൺലിനെസ്സും മറ്റൊരു മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ലാൻഡിൽ ജീവിക്കുന്ന സമയത്ത് ഒരു ഇന്ത്യൻ റൂട്ടിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വന്തം നാറ്റീവ് പ്ലേസിനോടുള്ള ആ ഒരു മിസ്സിംഗ്നെസ്സും അതിന്റെ ആ ഒരു റിയലൈസേഷൻ, ഒരിക്കലും ആ ഒരു മൈഗ്രേറ്റഡ് പ്ലേസിൽ അദ്ദേഹത്തിന് ഫിറ്റ് ഇൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ ആണ് അതിൽ പറയുന്നത്. Okay, then move on to an old woman. പിന്നീട് നമ്മൾ പഠിക്കുന്ന ഒരു പോമാണ് അല്ലെ ഓൾഡ് വുമൺ. ഒരു ട്രാവലറിനെയും ഒരു ഓൾഡ് വുമനെയും പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രണ്ട് ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോമാണ്. അതിലെന്താണ് ട്രാവലർ ആ വുമനെ ആദ്യം റിജക്ട് ചെയ്യുകയും പിന്നീട് വുമന്റെ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ സെറ്റ് ബാക്ക് ചെയ്യുകയും പിന്നെ ആ വുമണ് ബഗ് ചെയ്യല്ല, ഇൻസ്റ്റഡ് ആ വുമൺ അത്രയും ഒരു ഏജ് ഓൾഡ് ആയ സമയത്തും വർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ചാണ് അല്ലെ പറയുന്നത്. അപ്പൊ എന്താണ്? ഡിസ്ക്രൈബ് ദ എൻകൗണ്ടർ ബിറ്റ്വീൻ ദ ടൂറിസ്റ്റ് ഓർ പിൽഗ്രിം ആൻഡ് ദ ഓൾഡ് വുമൺ ഇൻ അരുൺ കൊളത്കേഴ്സ് an old woman and explain how this encounter leads to the transformation in tourist perspective. അപ്പോൾ ടൂറിസ്റ്റിന്റെ ആദ്യത്തെ പെർസ്പെക്റ്റീവിൽ നിന്നും വുമനോടുള്ള ഒരു സെക്കൻഡ് പെർസ്പെക്റ്റീവിലേക്ക് വരുന്നുണ്ട്. എന്താണ് അതിന്റെ ചേഞ്ചസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? Arun Kolatkar's poem, An Old Woman from Jejuris, explores poverty, precessions and transformation through a tourist encounter with a persistent old woman at a shrine. She grabs his sleeve asking for 50 paise to guide him and he refuses thinking he doesn't need help. അപ്പോൾ അദ്ദേഹത്തിന് ഹെൽപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം ആദ്യം റെഫ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ബട്ട് എന്താണ് സംഭവിക്കുന്നത്? വെൻ ഷീ ആസ്ക്, അവളുടെ ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഓൾഡ് വുമൺ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വാട്ട് എൽസ് ക്യാൻ എൻ ഓൾഡ് വുമൺ ഡു ഇൻ ഹിൽസ് റിച്ച്ഡ് ആസ് ദീസ്? ഒരു ഹില്ലി ഏരിയയിൽ പിന്നെ എന്താണ് ഒരു ഓൾഡ് വുമൺ ലൈഫ്ഹുഡിന് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹത്തെ സെറ്റ് ബാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ടൂറിസ്റ്റ് ഈസ് ഷേക്കൺ, റിയലൈസിംഗ് ഷീ സീക്സ് ഡിഗ്നിറ്റി നോട്ട് ചാരിറ്റി. ഹെർ വെതേർഡ് അപ്പിയറൻസ് ബിക്കംസ് surreal, symbolizing the harshness of her life. In the end, the tourist feels insignificant, humbled by her strength and resilience. അപ്പം സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാകാനും കൂടിയിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. സോ അതാണ് ആൻ ഓൾഡ് വുമണിലെ ആ ഒരു ഓൾഡ് ലേഡിയുടെയും അതുപോലെ തന്നെ ടൂറിസ്റ്റിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. ഓക്കെ, ദെൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? Yes. Explain the message and technique used by Gift Patel on killing a tree convey the
ഹിസ് സ്റ്റാൻഡ്സ് ഓൺ ഹ്യൂമൻ ക്രൂവൽറ്റി ടുവാർഡ്സ് നേച്ചർ. ഓൺ കില്ലിംഗ് എ ട്രീയിൽ എന്താണ് പറയുന്നത്? ഗിഫ് പട്ടേൽ ട്രീ അങ്ങനെയല്ല കൊല്ലേണ്ടത്, ഇങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഓപ്ഷൻസ് ഗിവൺ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു കോൺട്രഡിക്ടറി പോർഷൻസിലൂടെ അദ്ദേഹം ട്രീയെ നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു മെസ്സേജ് ആണല്ലേ നൽകുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ടെക്നിക്ക്? ഗിഫ് പട്ടേൽസ് ഓൺ കില്ലിംഗ് എ ട്രീ is a sarcastic critique of human cruelty towards nature, using an ironic tone to describe how to completely destroy a tree. എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഒരു ട്രീയെ ഡിസ്ട്രോയ് ചെയ്യേണ്ടത്, ലൈക്ക് പിഴുതെടുത്തിട്ട് വേണം അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോം പറയുന്നത്. സോ ദ പോം എക്സ്പ്ലെയിൻസ് ദാറ്റ് ചോപ്പിംഗ് ഈസ് ഇൻ enough to truly kill it. One must uproot and expose its root, then let it wither and die. അപ്പോൾ അതിന്റെ റൂട്ടിൽ നിന്നും വിതർ ചെയ്തിട്ട് വേണം അതിനെ മരിക്കാൻ വിടാൻ എന്നാണ് പറയുന്നത്. സോ ദിസ് ഇൻസ്ട്രക്ഷണൽ സ്റ്റൈൽ ironically stresses the tree strength and resilience. അപ്പൊ ironically എന്താണ് പറയുന്നത്? ironically ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ironically എന്താണ് പറയുന്നത്? ഇറ്റ് യൂസസ് ദ സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ്. സ്ട്രെങ്ത് ആൻഡ് ട്രീയുടെ ഒരു സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ് ആണ് പറയുന്നത്. മേക്കിംഗ് ദ റീഡർ റിഫ്ലക്ട് ഓൺ ദ വയലൻസ് ആൻഡ് ഗ്രീഡ് ബിഹൈൻഡ് ദ ഡീഫോറസ്റ്റേഷൻ. അപ്പൊ ഡീഫോറസ്റ്റേഷൻ ഫേസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ആ ഒരു ഡീഫോറസ്റ്റേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് ദ പോം കമ്പയർസ് ട്രീ കട്ടിംഗ് ടു മർഡർ, highlighting the ruthlessness of human and urging respect of the nature. Okay, then move on to next question. Discuss the portrayal of the experience and inner turmoil of a married Indian woman in a joint family as depicted in Mamta Kalias after 80 years of marriage. 8 വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വുമനെ കുറിച്ചാണല്ലേ 80 years of marriage പറയുന്നത്. എന്താണ്? Mamta Kalia, after 8 years of marriage, explores the emotional struggle of a middle-class Indian woman in a joint family, written in a confessional tone. It reveals her inner conflict, mood swings, and the pressure to appear the content despite her pain. അപ്പോൾ അവളുടെ ആ ഒരു പെയിനെയൊക്കെയാണ്, അതായത് 80 ഇയേഴ്സിന് ശേഷം അവള് മാരേജ് ലൈഫ് അവസാനിപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയും അതിന്റെ ആ ഒരു സ്ട്രഗിളും ആണ് അവിടെ പറയുന്നത്. ഓൺ വിസിറ്റിംഗ് her parents after 8 years, she hides her distress when asked if she is happy. അവൾ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ ഹാപ്പി അല്ല അവിടെ എന്ന് പറയാൻ അവൾക്ക് മനസ്സ് വരാതെ അവൾ അത് ഹൈഡ് ചെയ്യുന്ന ഒരു മാരീഡ് വുമന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് പറയുന്നത് അല്ലെ. So choosing silence over truth, the poem highlights how women sacrifice personal feelings, adapt to family roles, and suppress the emotion to maintain marital harmony, subtly criticizing society expectations and plays on women. അപ്പോൾ സൊസൈറ്റി എന്തൊക്കെയാണ് വുമൻസിന് കൊടുത്തിട്ടുള്ള റൂള്, അതിൽ എങ്ങനെയൊക്കെയാണ് വുമൻസ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഗ്രേറ്റ് തീമാണ് ഈ പോം, അതായത് 8 years after marriage നൽകുന്നത് അല്ലേ. Then explaining. So unit 4 നമുക്ക് നോക്കാം. യൂണിറ്റ് 4 എന്തൊക്കെയാണ് പറയുന്നത്? Explaining the significance of the play within a play technique in വിജയ് ടെണ്ടുൽക്കർസ് സൈലൻസ് ദ കോർട്ട് ഈസ് ഇൻ സെഷൻ. എന്താണ് യൂണിറ്റ് 4 സൈലൻസ് ദ കോർട്ട് ഈസ് ഇൻ സെഷൻ എന്ന് പറയുന്ന ഡ്രാമയാണല്ലേ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡ്രാമയിൽ പറയുന്നത്? ഡ്രാമ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ് ലീല ബെൻഡ്രെ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ ഉണ്ട്. എന്താണ് ലീല ബെൻഡ്രയുടെ ക്യാരക്ടറിസ്റ്റിക്സ്? ലീല ബെൻഡ്രയെ ഒരു വില്ലേജ് ഏരിയയിൽ കോർട്ടിന്റെ ഒരു സെറ്റപ്പിലൂടെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. അതിൽ ലീല ബെൻഡ്രയെ പിന്നീട് അവരെന്ത് ചെയ്യാണ്, ഒരു റിഹേഴ്സൽ ഓഫ് പ്ലേ ചെയ്യാണല്ലേ ചെയ്യുന്നത്. അതായത് ഒരു പ്ലേ വിത്തിൻ എ പ്ലേ ഉണ്ട്. അങ്ങനെ ലീല ബെൻഡ്രയുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്ന ഒരു കഥയാണ് സൈലൻസ് ദ കോർട്ട് ഈസ് ഇൻ സെഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഒരു ടെക്നിക്? Silence the Court is in Session is a meta-theatricality play that uses a mock trial within a play. ഒരു mock trial നടക്കാണ്, ഒരു പ്ലേന്റെ ഒരു mock trial നടക്കാണ് പ്ലേയിൽ തന്നെ. So it exposes social hypocrisy and patriarchy. What begins as a light rehearsal turns serious, revealing the judgmental attitudes of a male-dominated society towards the female protagonist Benre. Though this play within a play format, Tendulkar cleverly critique middle-class morality and oppressions, making audience confront the റിയൽ സൊസൈറ്റൽ ഇഷ്യൂസ്. അപ്പോൾ പ്ലേ വിത്തിൻ എ പ്ലേ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ടെണ്ടുൽക്കർ പറയാൻ ആഗ്രഹിച്ചത്? ദ ഒപ്രഷൻസ്, മിഡിൽ ക്ലാസ് പീപ്പിൾസിന്റെ മൊറാലിറ്റിയും ഒപ്രഷൻസും, അവർ ഫേസ് ചെയ്യുന്ന ഒപ്രഷൻസിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ജെൻഡർ ഹൈറാർക്കി പറയുന്നുണ്ട്, ഒരു മെയിൽ ക്ലാസിന്റെ ഡൊമിനേഷൻ അവിടെ പറയുന്നുണ്ട്. Okay, then analyze the character of Leela Bendre in Silence the Court is in Session. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ? ലീല ബെൻഡ്രെ, the protagonist of Silence the Court is in Session, is a school teacher accused in a mock trial of infanticide. അപ്പോൾ ലീല ബെൻഡ്ര ഒരു സ്കൂൾ ടീച്ചറാണ്, ബട്ട് അവള് ആഫ്റ്റർ മാരീഡ് ആവാതെ തന്നെ പ്രഗ്നന്റ് ആവുന്നു. സോ ദാറ്റ്സ് വൈ ഷീ ഈസ് കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻഡ് ബൈ ദ സൊസൈറ്റി. ആ ഒരു മൊറാലിറ്റി, സൊസൈറ്റിയിൽ മൊറാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു വുമൺ ആയതുകൊണ്ടാണ് അവളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്.
So the man and having an affair with a Professor Damel. So the trial turns cruel as the group of attacks her character, and despite her defense, the court decrees her unborn child must die, exposing her victim of patriarchal oppression. അപ്പോൾ അവളുടെ ഒരു അൺബോൺ ചൈൽഡ് എന്തായാലും മരിക്കണം എന്നുള്ള ഒരു കോൺട്രവൻസിയോട് കൂടിയിട്ടാണ് ആ ഒരു ട്രയൽ അവളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, then next explain how Girish Karnad uses mythology and history in the Fire and the Rain. അപ്പോൾ Fire and the Rain എന്ന പ്ലേയിൽ എഴുതിയിട്ടുള്ളത് ഗിരീഷ് കർണാഡ് ആണ്. ഗിരീഷ് കർണാഡ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മിഥോളജി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഗിരീഷ് കർണാഡ് പ്ലേ എഴുതാറുള്ളത് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഗിരീഷ് കർണാഡ് ദ ഫയർ ആൻഡ് ദ റെയിൻ. ഫയർ ആൻഡ് ദ റെയിനിലെ പരവസുവിന്റെയും അരവസുവിന്റെയും കഥയാണ് പറയുന്നത്. പരവസു എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഫയർ സെറിമൺ, യജ്ഞ എന്ന് പറയുന്ന ഫയർ സെറിമൺ ചെയ്യാണ്. എന്തിനാണ്? ഡ്രോട്ട് ഫേസ് ചെയ്യുന്ന ഒരു വില്ലേജിനെ റെയിൻ വരുത്തിക്കൊണ്ട് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ സമയത്ത് അരവസു, നിറ്റിലിയ എന്ന് പറയുന്ന അരവസു ഒരു സിമ്പിൾ ക്യാരക്ടർ ആണ്, റിലീജിയസ് ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല. ആൻഡ് ഹി ലവ്സ് ദ നിറ്റിലിയ. അങ്ങനെ പിന്നീട് അരവസുവിന്റെ ആ ഒരു പ്ലീസസ്റ്റ് ഗോഡ് ആണ് പിന്നീട് അവിടെ റെയിൻ വരാൻ വേണ്ടി സഹായിക്കുന്നത് അല്ലെ. So Girish Karnad's Fire and Rain draws from the Mahabharata story Yavakri. Yavakri എന്ന് പറയുന്ന മഹാഭാരതയിലെ ഒരു പോർഷൻ ഓഫ് സ്റ്റോറി റീടെൽ ചെയ്യാണ് ചെയ്യുന്നത്. Then to explore modern issues during a severe drought and fierce sacrifice, the play retells this myth to highlight the timeless human flaws, misuse of knowledge, rigid tradition versus compassion, and destructive emotions. By reworking a familiar myth, Karnad examines enduring societal concerns through a contemporary lens. അപ്പോൾ contemporary ലെൻസിലൂടെ ഇതൊരു മിത്തോളജിക്കൽ ഈവൻസ് റീടെല്ലിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും contemporary relevance given ചെയ്തിട്ടാണ് ഗിരീഷ് കർണാഡ് വരെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. Then explaining the symbolic meaning of the rain and the fire. അപ്പോൾ എന്താണ് ഫയർ ആൻഡ് ദ റെയിൻ്റെ ടൈറ്റിലിന്റെ സിംബോളിക് റെഫറൻസ് എന്താണ്? The title, The Fire and the Rain, symbolizes the play's central conflict. പ്ലേന്റെ ഒരു സെൻട്രൽ കോൺഫ്ലിക്റ്റ് തന്നെ റെയിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോട്ട് ആണ് അല്ലെ. എന്താണ്? ഫയർ റെപ്രസെന്റ്സ് ഡിസ്ട്രക്ഷൻ, വയലൻസ്, ഗ്രീഡ് ആൻഡ് റിജിഡ് ട്രഡീഷൻ. ലൈക്ക് യവാക്രി എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ പരവസുവിനെ സെലക്ട് ചെയ്തതിൽ, പരവസുവിനെ ഒരു റിച്വൽ പേഴ്സൺ ആയിട്ട് സെലക്ട് ചെയ്തതിൽ റിവെഞ്ച് എടുക്കുന്നുണ്ട് അല്ലെ. സോ ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. And while rain stands for the life, renewal and compassion, though this contrast, the play explores how selfless love can restore balance and overcome human flaws. അപ്പോൾ ഹ്യൂമൻ്റെ ഒരു ക്വാളിറ്റി, അതായത് ഗ്രീഡ്നെസ്സും അറ്റ് എ ടൈം റെയിൻ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു റിന്യൂവലും കമ്പാഷനും ഒക്കെയാണ് ഇവിടെ ആ ഒരു ടൈറ്റിൽ വെച്ച് സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, then moving on block 3 unit 1. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ യൂണിറ്റ് 1-ൽ എന്താണ് പറയുന്നത്? ബ്ലോക്ക് 3-ൽ ഡിസ്കസ് ദ കോർ കൺസെപ്റ്റ് ഓഫ് കോണ്ടക്സ്റ്റ് സെൻസിറ്റിവിറ്റി ആൻഡ് കോണ്ടക്സ്റ്റ് ഫ്രീനെസ് ആസ് പ്രസന്റഡ് ഇൻ A.K. Ramanujan's essay Is There an Indian Way of Thinking, explaining how the essay uses these concepts to explore differences between Indian and Western intellectual traditions and the nature of thought itself. അപ്പോൾ എന്താണ് A.K. രാമാനുജന്റെ Is There an Indian Way of Thinking എന്ന് പറയുന്ന എസ്സേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അതിൽ പറയുന്നത് എന്താ? ഇന്ത്യൻ പീപ്പിൾസിന്റെ വേ ഓഫ് തിങ്കിങ്ങും വെസ്റ്റേൺ പീപ്പിൾസിന്റെ വേ ഓഫ് തിങ്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഇന്ത്യൻ പീപ്പിൾസിന് കോണ്ടെക്സ്റ്റ് വൈസ്, സിറ്റുവേഷൻ വൈസ് മാറാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള രീതിയിലാണ് അല്ലേ പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് സെൻസിറ്റിവിറ്റി എന്താണ്? A.K. Ramanujan's essay argues that Indian thinking is deeply context sensitive ആണ്. Indian thinking deeply sensitive ആണ് and shaped by cultural and social settings. Unlike the Western context-free approaches, he challenges the idea of truly context-free thought and emphasizing that all thinking is rooted in traditions. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ all thinking is rooted in tradition. ഇന്ത്യൻ കൾച്ചറിന്റെ ട്രഡീഷൻ വൈസ് ആണ്. So the essay calls for a nuanced understanding and dialogue between India and Western modes of thoughts. India and Western modes of thoughts നെയാണ് ഇതിലൂടെ പറയുന്നത്. യെസ്, ഓക്കെ.